ബോക്സ് ഓഫീസിലെ മത്സരങ്ങൾക്ക് ശേഷം കളങ്കാവലും ഭാഭാബായും OTTയിലേക്ക് എത്തുന്നു. ഒരേ ദിവസം ചിത്രങ്ങൾ സ്ട്രീമിംഗ് ആരംഭിക്കുമ്പോൾ ആർക്കാവും നേട്ടമുണ്ടാവുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബോക്സ് ഓഫീസിലെ മത്സരങ്ങൾക്ക് ശേഷം ഒരേ ദിവസം OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസിനൊരുങ്ങുകയാണ് മമ്മൂട്ടി ചിത്രമായ കളങ്കാവലും ദിലീപ് ചിത്രമായ ഭാഭാബായും. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ പുറത്തിറങ്ങിയ ഏഴാമത്തെ ചിത്രമായ കളങ്കാവൽ തിയേറ്ററുകളിൽ വലിയ ചർച്ചയായ ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലറാണ്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം കുപ്രസിദ്ധമായ സൈനൈഡ് മോഹൻ കേസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കരിയറിൽ വീണ്ടും ഒരു നെഗറ്റീവ് വേഷത്തിൽ മമ്മൂട്ടി നിറഞ്ഞാടുമ്പോൾ അദ്ദേഹത്തിനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് വിനായകനും കാഴ്ചവെച്ചത്. ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി 75 കോടിയോളം നേടിയ ചിത്രം മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകളാണ് നേടിയത്. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രമെന്ന റെക്കോർഡും കളങ്കാവൽ സ്വന്തമാക്കിയിരുന്നു. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം, ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ. മലയാളത്തിൽ ആദ്യമായി 21 നായികമാർ ഒന്നിച്ചെത്തിയ ചിത്രം കൂടിയായിരുന്നു കളങ്കാവൽ. ജനുവരി 16 മുതൽ സോണി ലിവിലൂടെയാണ് കളങ്കാവൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുക. അതിനിടെയാണ് അതേ ദിവസം തന്നെ ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഭാഭാബായും സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ZEE5 ആണ് ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. തിയേറ്ററുകളിലും ഒരേ സമയം പ്രദർശനം നടത്തിയിരുന്ന ചിത്രങ്ങളിൽ കളങ്കാവലിന് മാത്രമാണ് വേണ്ട വിജയം നേടാൻ സാധിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഇരു ചിത്രങ്ങളും ഒരേ ദിവസം OTTയിലേക്ക് എത്തുമ്പോൾ ആരാണ് വാഴാൻ പോകുന്നതെന്ന ചോദ്യങ്ങൾ ഉയരുന്നത്. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും നിർണായക വേഷങ്ങളിൽ എത്തിയ ചിത്രം കൂടിയാണ് ഭാഭാബ. മോഹൻലാലിന്റെ മാസ് അതിഥി വേഷം തന്നെയായിരുന്നു ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ഭാഭാബ നിർമ്മിച്ചിരിക്കുന്നത്. ഫാഹിം സഫർ, നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.